12-ാം തീയതി രാത്രി ഏതാണ്ട് 8 മണിയോടുകൂടി പാണ്ടിക്കാട് നിന്ന് കിഡ്നാപ്പ് ചെയ്യപ്പെട്ട ഗൾഫിൽ വിവിധ ബിസിനസ്സുകളിൽ ഏർപ്പെട്ടിട്ടുള്ള പ്രവാസിയായിട്ടുള്ള മിസ്റ്റർ ഷമീറിൻ്റെ അബ്ഡക്ഷനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യത്തിൽ അന്നേ ദിവസം തന്നെ പോലീസ് ഊർജിതമായിട്ടുള്ള അന്വേഷണം നടത്തി. ഇതിൽ സംഭവിച്ചിരുന്നത് ഈ വിക്ടിമിനെ കാറുകളിൽ വന്ന് തട്ടിക്കൊണ്ടുപോവുകയാണ് ചെയ്തത്. പ്രത്യേകിച്ച് ക്ലൂസ് ഒന്നും തന്നെ ഇനീഷ്യലി കേസിനകത്ത് ഉണ്ടായിരുന്നില്ല. ആരാണ് എന്താണെന്നുള്ളത് ഇൻഫർമേഷനും അല്പം വൈകിയാണ് നമുക്ക് കിട്ടുന്നത്. രാത്രി തന്നെ നമ്മളുടെ സ്പെഷ്യൽ ടീം വർക്ക് ചെയ്ത് തുടങ്ങി. കൃത്യമായിട്ടുള്ള ഫോളോ അപ്പ് ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. അങ്ങനെ അന്വേഷിച്ച് ഇന്ന് രാവിലെ ഏതാണ്ട് 11-12 സമയത്ത് അറൗണ്ട് ആ സമയത്താണ് നമുക്ക് ഈ വിക്ടിമിനെയും കൂടാതെ പ്രതികളെ അവർ തമിഴ്നാടിലേക്ക് കടക്കുന്ന ഭാഗത്തായിട്ട് കൊല്ലം ജില്ലയിൽ എക്സാക്ട്ലി കൊല്ലം റൂറൽ പോലീസ് ജില്ലയിൽ നിന്ന് കൊല്ലം റൂറൽ പോലീസിൻ്റെയും നമ്മുടെ മലപ്പുറം പോലീസിൻ്റെയും ജോയിൻ്റ് ആയിട്ടുള്ള ഓപ്പറേഷനിൽ ഇവരെ ഇൻ്റർസെപ്റ്റ് ചെയ്യാനും അങ്ങനെ വിക്ടിമിനെ സേഫായിട്ട് പ്രതികളെയും ഇപ്പോൾ ഇങ്ങോട്ടേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന നടപടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഏതാണ്ട് 36 മണിക്കൂറോളം എക്സ്ട്രീംലി ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു പ്രോസസ്സായിരുന്നു ഈ ഡിറ്റക്ഷൻ എന്ന് പറയുന്നത്. പ്രതികൾ കൂടുതൽ പേരും തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് ഭാഗത്തുള്ളവരാണ്. അവർ അതിൽ ചിലർക്ക് ക്രിമിനൽ ആൻറ്റിസിഡൻസ് ഉണ്ട്. ഒരാൾ സ്പെസിഫിക്കലി ഈ പ്രവാസിയായിട്ടുള്ള വ്യവസായിയുടെ മുൻ സ്റ്റാഫാണ്. ഗൾഫിൽ അദ്ദേഹം ജോലി ചെയ്തിരുന്നിടത്തെ മുൻ സ്റ്റാഫ് കൂടിയാണ്. ഇതിൽ മറ്റുള്ള ആൾക്കാർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത്, വേറെ രീതിയിലുള്ള ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ടോ എന്നുള്ളതെല്ലാം അന്വേഷണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ ഈ സമയത്ത് വിക്ടിം സെക്യൂറാണ്. വിക്ടിമായിട്ട് ഞാൻ നേരിട്ട് സംസാരിച്ചു. ഹീസ് ഓൾ റൈറ്റ്. അദ്ദേഹത്തിന് മറ്റ് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ നിലവിലില്ല. എന്ത് തന്നെയാണെങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് ഫാമിലിയോട് ഒപ്പം എത്തിക്കുന്നു. കൂടാതെ പ്രതികളുടെ ഭാഗത്തു നിന്നുള്ള റിക്കവറീസ് അടക്കം വാഹനങ്ങളെല്ലാം കണ്ടെടുക്കുന്നുണ്ട്. പല അന്വേഷണ പ്രൊസീജിയേഴ്സ് പലതും കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ നടപടികളായിട്ട് എൻ്റെ ടീം കൊല്ലത്തു നിന്ന് ഇപ്പോൾ പാണ്ടിക്കാട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ അപ്ഡേറ്റ് കേസിൽ. ഇതിൽ ഒന്ന് ഈ പറയുന്ന ഡിസ്ഗ്രണ്ടിൽഡ് എംപ്ലോയി, അതായത് ഇദ്ദേഹത്തിൻ്റെ സ്റ്റാഫ് പേഴ്സണൽ ഇഷ്യൂസ് ഇദ്ദേഹമായിട്ടുണ്ട്. പിരിച്ചുവിടപ്പെട്ട ഒരു വ്യക്തിയാണെന്നാണ് വിക്ടിമിൻ്റെ വൈഫിൻ്റെ നിന്ന് നമുക്ക് കിട്ടിയ ഡീറ്റെയിൽ. അതിൽ നിന്ന് മനസ്സിലാവുന്നത് അയാളെ ആ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാനും അതിനെ തുടർന്നുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കാനുള്ള കാര്യത്തിന് വേണ്ടിയിട്ടുള്ളൊരു ഭീഷണിയും മറ്റൊക്കെ ഇതിന് മുന്നേ ഉയർത്തിയതായിട്ടുള്ളൊരു ആസ്പെക്റ്റ് അവിടെ നിൽക്കുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ 50-ലധികം വ്യവസായ സംരംഭങ്ങൾ അവിടെയുള്ള വിവിധ പാർട്ട്നേഴ്സും ഒക്കെ ആയിട്ട് ബിസിനസ്സുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ അവിടുത്തെ ഏതെങ്കിലും സാമ്പത്തിക ഡീലുകളുമായിട്ട് ബന്ധപ്പെട്ട് ഇതിലാർക്കെങ്കിലും പങ്കുണ്ടോ എന്നുള്ളത് നമ്മൾ അന്വേഷിച്ച് വരികയാണ്. ഈ ഇൻഡിവിജ്വൽ പ്രൈമറി കോസ്റ്റ് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇതിലെ വിക്ടിമിൻ്റെ മുൻ സ്റ്റാഫിൻ്റെ വിരോധവും അലോങ് വിത്ത് ദാറ്റ് ഈ പറയുന്ന മറ്റുള്ള സാമ്പത്തികമായിട്ട് ഇദ്ദേഹത്തിൻ്റെ പാർട്ട്നേഴ്സും മറ്റുള്ളവരൊക്കെ ആയിട്ടുള്ള ബിസിനസ് ഡീലുകളിൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നം വന്നിട്ടുണ്ടോ എന്നുള്ളത് വിക്ടിമിനെ വിശദമായിട്ട് ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ പ്രതികളും പ്രതികളുടെ കോൺടാക്ട്സും മറ്റും തെളിയിക്കേണ്ടതുണ്ട്. യെസ് അയാളുടെ പേര് ഹംഷീർ. അതെ, എല്ലാ പ്രതികളും തൃശ്ശൂർ ചാവക്കാട് ഭാഗത്തുനിന്നുള്ളതാണ്. മെജോറിറ്റി ആൾക്കാരും ചാവക്കാട്. ഇതിൻ്റെ ഓപ്പറേഷൻ ഭാഗത്തുള്ള മേജർ ആൾക്കാരെല്ലാവരും ചാവക്കാട് ഭാഗത്തുനിന്ന്. കൊല്ലത്തേക്ക് എത്തുന്നതിന് വിവിധ ആംഗിളുകളുണ്ട്. കൊല്ലത്തേക്ക് ഇന്നലെ നമുക്ക് ഇവരുടെ റൂട്ടുകൾ നമ്മൾ കിട്ടാവുന്ന ഡീറ്റെയിൽസ് വെച്ചിട്ട് നോക്കുമ്പോൾ നമുക്ക് ആദ്യം നമ്മൾ എറണാകുളം ജില്ലയിൽ വെച്ചിട്ടാണ് ഒരു ഇൻ്റർസെപ്ഷൻ വാഹനത്തിൻ്റെ ഒരു ഡീറ്റെയിൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിന് ശേഷം നടന്നുള്ള പിന്നെ രാത്രി മുഴുവനുള്ള അന്വേഷണത്തിനകത്താണ് കൊല്ലത്തുള്ളൊരു സഹായി ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഇവരുടെ സുഹൃത്തുക്കളായിട്ടുള്ള 2 പേരുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ടാവാം എന്നുള്ളത്. അപ്പോൾ തന്നെ കൊല്ലം റൂറൽ പോലീസ് എഫക്റ്റീവ്ലി തന്നെ നമുക്ക് സപ്പോർട്ട് തന്നു. അങ്ങനെ അവരുടെ അവിടെ സപ്പോർട്ട് കൊടുത്തവരുടെ ബിഹൈൻഡായിട്ടുള്ള അവരെ നമ്മളിപ്പോൾ കസ്റ്റഡിയിൽ എടുക്കുന്നുണ്ട്. അപ്പോൾ അവരും ഇതിന് സപ്പോർട്ട് കൊടുത്തിരിക്കുന്നവരാണ്. അവരെയും കൊണ്ടിപ്പം വരുന്നുണ്ട്. അപ്പം പ്രൈമറിലി തൃശ്ശൂർ ജില്ല അല്ലെങ്കിൽ തൃശ്ശൂർ ബോർഡറിങ് ഏരിയാസ് ആയിട്ടുള്ള ഏരിയയിലാണ് ഈ ഇതിൻ്റെ ഓപ്പറേഷൻ പ്ലാൻ ചെയ്യപ്പെട്ടതും എക്സിക്യൂട്ട് ചെയ്യപ്പെട്ടതും. യെസ്, ഇപ്പോൾ ഇതിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ലീഡുകൾ വെച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഈ
അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ചില സൂചനകൾ വാഹനങ്ങൾ നൽകിയിരിക്കുന്നവരുടെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് ആദ്യം എത്താൻ കഴിയും. അങ്ങനെ അവരിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് നമുക്കതിൻ്റെ കോൺടാക്ട്സ്. ഇപ്പോൾ പലരും ഇത് റിവീൽ ചെയ്യുന്ന ആൾക്കാരായിരുന്നില്ല. അപ്പോൾ അവരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് ചോദ്യം ചെയ്തു. അങ്ങനെ കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷനിൽ നിന്ന് ഡെവലപ്പ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ ഘട്ടം വരെ എത്തിയത്. അവർ ആക്ച്വലി വന്ന വാഹനം നമുക്കിനി കണ്ടെടുക്കേണ്ടതുണ്ട്. ഈ കേസിൻ്റെ ഭാഗമായിട്ട് റിക്കവറി എടുക്കേണ്ടതുണ്ട്, പ്രതികളിൽ നിന്ന് ചോദ്യം ചെയ്തെടുക്കേണ്ടതുണ്ട്. അതിനുശേഷം അവർ വാഹനം മാറിയിട്ടാണ് പോയിരിക്കുന്നത്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന വാഹനമല്ല നമ്മളിപ്പം ഡിറ്റക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ കൊണ്ടുവരുന്ന വാഹനം എന്ന് പറയുന്നത് അവർ തൃശ്ശൂരിൽ നിന്ന് മറ്റൊരു വാഹനം അറേഞ്ച് ചെയ്ത് പോയിരിക്കുന്നതാണ്. വ്യക്തമായിട്ടുള്ള പ്ലാനിങ്ങോടുകൂടി ഇത് ഡിറ്റക്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി ചെയ്തതായിട്ടാണ് അത് മനസ്സിലാവും. ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ആയിട്ടുണ്ട്, പ്രധാനികളായിട്ടുള്ള പ്രതികൾ. ഇനി സപ്പോർട്ടും ഇതിൽ ഗൂഢാലോചനയുടെ ആംഗിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം വിശദമായിട്ട് തന്നെ അന്വേഷിക്കേണ്ടത്. അദ്ദേഹത്തിന് മർദ്ദനമേറ്റിട്ടുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനി അതിൻ്റെ മെഡിക്കൽ പരിശോധനകളടക്കം ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ നിലവിൽ ഒരു 7ഓളം പേരാണ് ഇനി ഉണ്ട്. പ്രതികളായിട്ടുള്ളവരും സസ്പെക്റ്റ് ആയിട്ടുള്ളവരും നമ്മുടെ കയ്യിലുണ്ട്. വിക്ടിമിനെ വെച്ച് ഇനി നമുക്കൊന്ന് വെരിഫൈ ചെയ്യേണ്ടതുണ്ട് കുറച്ച് പേര്. അതെ, ഇപ്പോൾ നിലവിൽ നമ്മുടെ ഉള്ളത്. ഇനി അല്ല, അതല്ലാതെ തന്നെ 6 പേർ നമ്മൾ അവിടെ നിന്ന് എടുക്കുന്നത്. വാഹനം വാടകയ്ക്ക് കൊടുത്തവരൊക്കെ ഇനിയിപ്പം വി ഹാവ് ടു കണക്ട് ദം ആൻഡ് എന്തായാലും ഏതാണ്ട് ഒരു 10ഓളം പ്രതികൾ മിനിമം ഈ കേസിനകത്ത് ഇനി വരാം. ഒരു പരിധി വരേക്കും, അതായത് വിക്ടിമിൻ്റെ ഫോണിൻ്റെ ഐഫോൺ എന്നുള്ള രീതിയിൽ അതിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഡേറ്റ, ചില സമയത്ത് അത് സ്വിച്ച് ഓൺ ആയ സമയത്ത് കിട്ടിയിരിക്കുന്ന ലൊക്കേഷൻ, അപ്പോൾ അതിൽ വിക്ടിമിൻ്റെ ലൊക്കേഷൻസാണ് കിട്ടുന്നത്. അപ്പോൾ അത് ഓൺ ആൻഡ് ഓഫ് ഒരു തവണ 2 തവണയാണ് ലഭിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഓൾറെഡി വിക്ടിം ഹാസ് കോൾഡ് ഫാമിലി. ഇന്നലെ വൈഫായിട്ട് സംസാരിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോഴും നമുക്ക് ലൊക്കേഷൻ കിട്ടുന്നു. അപ്പോൾ നമുക്ക് കിട്ടിയിരുന്ന എറണാകുളം ജില്ലയാണ്. അപ്പോൾ ടു ആണ് കംപ്ലീറ്റ് മൂവ്. ഇപ്പം ഒരു പക്ഷേ ഇന്ന് മിസ് ഔട്ട് ആയിരുന്നെങ്കിൽ അവർ സംസ്ഥാനം വിട്ടു പോകാൻ ഉള്ള എല്ലാവരും സാധ്യത. കാരണം ജസ്റ്റ് പുല്ലൂർ നമ്മുടെ തെന്മല ബോർഡർ ഏരിയയിൽ വെച്ചിട്ടാണ് കിട്ടുന്നത്. അത് കൊല്ലം റൂറൽ എസ് പിയും അദ്ദേഹത്തിൻ്റെ ക്രൈം ടീമും ഔട്ട്സ്റ്റാൻഡിങ് സപ്പോർട്ട് നമുക്ക് തന്നു. നമ്മുടെ ടീം 3 ദിവസമായിട്ട് ഇതിൻ്റെ പുറകെ തന്നെ ഉണ്ട്. ക്രിമിനൽ പശ്ചാത്തലങ്ങളുണ്ട്. അപ്പോൾ അതിൽ 2 പേർക്ക് ചാവക്കാട് തൃശ്ശൂർ ജില്ലയിൽ തന്നെ വിവിധ കേസിലെ പ്രതികളാണ്. അത് പരിശ്രമത്തിനുള്ള കേസുണ്ട്. ഒരു പ്രതി നമ്മൾ മനസ്സിലാക്കുന്നത് അവിടുത്തെ ഒരു വിവാദമായിട്ടുള്ള മർഡർ കേസിലെ പ്രതിയാണെന്നുള്ളതാണ്. അത് വെരിഫൈ ചെയ്ത് വരുന്നേ ഉള്ളൂ. അത് കൂടുതൽ ഡീറ്റെയിൽസ് എടുക്കേണ്ടത്. ക്രിമിനൽ പശ്ചാത്തലമുണ്ട്. യെസ്, അതെ, നമ്മൾ ഇൻ്റർസെപ്റ്റ് ചെയ്ത് തന്നെ പിടിച്ചിരിക്കുകയാണ്. ഇറ്റ് ഇസ് ആക്ച്വലി ലൈവ് വർക്ക് വിച്ച് ഇസ് ഹാപ്പനിങ്. അപ്പോൾ അവർ ഇയാളും ചാവക്കാട്ടുകാരൻ തന്നെയാണ്. ഈ നമ്മൾ പറയുന്ന സ്റ്റാഫ്, സ്റ്റാഫ് എന്ന് പറയുന്ന ആൾ. അപ്പം അയാളുടെ ഫ്രണ്ട് സർക്കിളിൽ പെട്ട ആൾക്കാരൊക്കെ തന്നെയാണ്. കുറച്ച് ക്രിമിനൽ ആൻറ്റിസിഡൻസ് ഉള്ള ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യുന്ന ആൾക്കാരെന്നുള്ളതാണ്. അവർ എക്സ്പെക്ട് ചെയ്തിരുന്നത് ഇവർ പോലീസിൽ അത് ഇന്നലെ റാൻസം കോൾ എന്നുള്ള രീതിയിൽ വിളിക്കുമ്പോഴും പറഞ്ഞിരിക്കുന്നത് പോലീസിനെ അറിയിക്കരുത് എന്നൊക്കെ ഉള്ളതാണ് അവരോട് പറഞ്ഞത്. യെസ്, അങ്ങനെയാണെന്ന് നമുക്ക് തീർച്ചയായിട്ടും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ വിക്ടിമിനെ നമ്മൾ വിശദമായിട്ട് ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഈ പറയുന്ന ആളുകളുടെ ഐഡൻറ്റിറ്റീസും നമ്മുടെ പ്രതികളുമായിട്ട് കണക്ട് ചെയ്യാനുള്ള എവിഡൻസസ് എടുക്കേണ്ടതുണ്ട്. എന്തായാലും അതിനകത്ത് തീർച്ചയായിട്ടും വിശദമായിട്ടുള്ള അന്വേഷണം.